ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ്. അപ്പോൾ നമ്മളിതാ ഈ രണ്ട് കളർ ത്രെഡ് വെച്ചിട്ടാണ്, യെല്ലോ കളറും വൈറ്റ് കളറും ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ യെല്ലോ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഒരു 6 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ ക്രോസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് രണ്ട് സൈഡിലുള്ളതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അതിനെ ഒപ്പാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 ത്രെഡ് വെച്ചിട്ട് നമുക്കിത് 3ആയിട്ടൊന്ന് ഭാഗിക്കാം. ശേഷം നമ്മൾ മുടിയൊക്കെ മുടയുന്ന പോലെ നമുക്കിതൊന്ന് മുടഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ മുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറിലും ഇതുപോലത്തെ 2 ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്കിതാ യെല്ലോ കളർ വെച്ച് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വീണ്ടും വൈറ്റ് കളർ വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതാ ഇതുപോലത്തെ ഒരു ഫാബ്രിക് ഗ്ലൂ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ മുടഞ്ഞു വെച്ച യെല്ലോ കളർ ത്രെഡ് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആ മറ്റേ അറ്റം വരെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയുണ്ട് കിട്ടുക. ഇനി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ആ ഇയറിങ്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇതിനെ ഒപ്പാക്കി പിടിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിതാ ഇതുപോലത്തെ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചേർപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് താഴ്ഭാഗം ഒന്ന് ചീകി കൊടുക്കാം. എന്നിട്ട് നമുക്കത് താഴ്ഭാഗത്ത് ആ പൊങ്ങി നിൽക്കുന്ന ത്രെഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ശേഷം നമ്മളിതാ ഇതുപോലത്തെ റിങ്ങും കുളത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇതിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതാ ഈ റിങ് ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. അതിൻ്റെ സെൻറ്ററത്തെ ത്രെഡിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മൾ കയറ്റി കൊടുക്കാൻ കേട്ടോ. ശേഷം നമുക്ക് ആ ഒരു കുളത്തും ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരു കമ്മലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുടയാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ആ ഒരു ത്രെഡ് വാങ്ങാനുള്ള കാശ് മാത്രമേ ഉള്ളൂ നമുക്ക് ചിലവാകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.